പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചികിത്സയാണ് നമുക്ക് നിലവിലുള്ളത്, എങ്ങനെയാണ് ഒരു ചികിത്സ, ഏത് രീതിയിലുള്ള ചികിത്സ വേണം എന്നെങ്ങനെയാണ് തീരുമാനിക്കുന്നത്, ഇതിനെക്കുറിച്ചായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറുകളിൽ അധികം ഭൂരിഭാഗം ക്യാൻസറുകളും ഒന്നൊന്നും വരിയില്ല, അത് സ്റ്റേജ് 4 വേറെ അവയവങ്ങളിലേക്ക് പടർന്ന അവസ്ഥയിലായിരിക്കും ഡോക്ടറിൻ്റെ അടുത്ത് വരിക. അല്ലെന്ന് വരിയില്ല, ലോക്കലി അഡ്വാൻസ്ഡ് ആയിരിക്കും. രോഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലും അതിന് ചുറ്റുമുള്ള അവയവങ്ങളിലേക്കോ ലിംഫ് ഗ്രന്ഥികളിലേക്കോ ഒക്കെ ബാധിച്ച അവസ്ഥയിലായിരിക്കും ഭൂരിഭാഗം മെജോറിറ്റി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറുകളും വരിക. എന്നാൽ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് അപൂർവമായിട്ടൊക്കെ ആണെങ്കിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ചുരുങ്ങി നിൽക്കുന്ന എയർലി സ്റ്റേജ് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളും നമ്മൾ ധാരാളമായിട്ട് കാണാറുണ്ട്. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഒരാൾക്ക് രോഗം, അതായത് ക്യാൻസർ ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യും. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് തരം ചികിത്സ കൊടുക്കണം, എങ്ങനെയായിരിക്കണം നമ്മൾ ചികിത്സിക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പം ഇത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ക്യാൻസറിൻ്റെ സ്റ്റേജ് എത്രയാണ് എന്ന് നോക്കിയിട്ടാണ്. അപ്പം അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പടർന്ന രോഗമാണോ അതോ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന രോഗമാണോ. വേറെ അവയവങ്ങളിലേക്ക് പടർന്ന രോഗം, പ്രത്യേകിച്ചും അസ്ഥികളിലേക്കോ ഒക്കെ പടർന്ന രോഗമാണെങ്കിൽ ചികിത്സയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിച്ച് രോഗം കുറച്ച് നിർത്തുക, പരമാവധി നാളത്തേക്ക് രോഗം ചികിത്സിച്ച് കുറച്ച് നിർത്തുക എന്നുള്ളതാണ്. അതേസമയം രോഗം പടർന്ന രോഗമല്ല എന്ന് വരികിൽ നമ്മുടെ ചികിത്സയുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതോ, അല്ലെന്ന് വരികിൽ ഒബ്സർവേഷന് വെച്ചിട്ട് എപ്പോഴാണോ ആ രോഗം വലുതാകുന്നത് ആ സമയം അതിനെ ചികിത്സിച്ച് മാറ്റുക എന്നുള്ളതോ ആയിരിക്കും. അപ്പം ഈ ആക്റ്റീവ് സർവൈലൻസ് വേഴ്സസ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ടൊരു ഒരു വീഡിയോ ഇതിന് പിന്നീട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പം സ്റ്റേജിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രോഗം വന്ന രോഗിക്ക് പൊതുവെയുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും. ആരോഗ്യസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി തന്നെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന രോഗിയുടെ ലൈഫ് എക്സ്പെക്റ്റൻസി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗി മുന്നോട്ട് എത്ര കാലം ജീവിച്ചിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയും. അത് എക്സാക്റ്റായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് കണക്കാക്കിയെടുക്കാൻ പറ്റത്തില്ല. എന്നാൽ പോലും അത് ഏകദേശമൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പല ടൂൾസും പല മാർഗങ്ങളും ഇന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി കണക്കാക്കിയെടുക്കും. അതുപോലെ തന്നെ രോഗിക്ക് വേറെ കോമോർബിഡിറ്റീസ്, വേറെ ഏതെങ്കിലും രോഗമുള്ളവരാണോ, ഷുഗറുണ്ടോ, പ്രഷറുണ്ടോ, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വന്ന രോഗത്തിൻ്റെ കാഠിന്യം, അതിന് ഗ്ലീസൻ സ്കോർ എന്ന് പറയും, ആ സ്കോർ എത്രയുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളെ എല്ലാം പരിഗണിച്ചിട്ടാണ് ഈ രോഗിക്ക് എന്നാ ചികിത്സ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ പൊതുവേ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്, പ്രത്യേകിച്ചും സ്ക്രീനിങ് ഒന്നും ഇല്ല എന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണുന്ന ഭൂരിഭാഗം രോഗികളും സ്റ്റേജ് 4, അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ രോഗം തുടങ്ങി വേറെ അവയവങ്ങളിലേക്ക് രോഗം പടർന്ന അവസ്ഥയിലാണ് ഡോക്ടറെ കാണാനായിട്ട് വരിക. അപ്പം സ്റ്റേജ് 4 പ്രോസ്റ്റേറ്റ് ക്യാൻസർ എങ്ങനെ ചികിത്സിക്കും എന്നായിരിക്കും നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത വീഡിയോയിൽ വളരെ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ അടുത്ത ആഴ്ച പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ കാണുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.